എന്നെ അഴിച്ചു വിടോ എടോ. സാറേ ആളെ കെട്ടിയിട്ടുണ്ട്, ഞാൻ അവിടെ കെട്ടിയിട്ടുണ്ട്. വന്ന് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു സാറേ. ശരി സാറേ, ശരി. നിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമായിടാ. പോവില്ലേ? മെമ്പറേ കണ്ടില്ലേ? ഇതാണല്ലോ അവനെ. സാറേ പോലീസിനെ അറിയിച്ചില്ലേ? സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെ ഉടനെ വരാന്നാ പറഞ്ഞേക്കണേ. ഇവന്റെ കാര്യത്തിന് തീരുമാനമാവും. പോലീസ് വന്നു. ഇതിനെ സാറ് മാത്രമേ വന്നുള്ളൂ, ബാക്കി പോലീസുകാരും വന്നില്ലേ? സ്റ്റേഷനിൽ തിരക്കാം. ഇവനാണോ കള്ളൻ? ആരവനെ പിടിച്ചു കിട്ടിയത്? ഞാനാണ് സാർ അവനെ പിടിച്ചു കിട്ടിയത്. അതിസാഹസികമായിട്ടേ ഞാൻ ഒറ്റയ്ക്കാണ് സാറിനെ പിടിച്ചത്. ഒരുപാട് ഇടിയും ചതയൊന്നും കൊടുത്തിട്ടില്ലല്ലോ അല്ലേ? അത് കേസ് അറിയാം കേട്ടോ. നിനക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? വല്ലവന്റെ ഇടിയും ചതയും കൊള്ളാൻ എന്താ വേണം? മെമ്പറേ എനിക്ക് മേലൊക്കെ നല്ല വേദനയുണ്ട്. നല്ല ഇടിയാ പറ്റി ഞാൻ കൊടുത്തത്. ഞാനൊരു ജിമ്മല്ലേ. നടക്കടാ, ബാക്കി ഞാൻ അവിടെ കണ്ടത്. പോയി അകത്ത് കിടന്ന് നരയിക്കടാ കുറച്ച് ദിവസം. എന്റെ അടുത്തായിരുന്നു. നരയിക്കോ? ഞാനോ? സാറിന് വിട്ടെ, ഞാൻ വരും സാറിന്റെ കൂടെ. ഇവനോട് 2 വർത്താനം പറയട്ടെ. എനിക്ക് എന്തോ പണി? അന്തസ്സുള്ള പണിയാണ് എനിക്ക്. നാഷണലൈസ്ഡ് ബാങ്കിലെ ക്ലർക്കാണ് ഞാൻ. എടോ ക്ലർക്കേ, തന്റെ അത്രയും നരകയാതന എനിക്ക് ജയിലിൽ പോയാൽ ഇല്ലടോ. താൻ അടച്ചു കെട്ടിയ ശീതീകരിച്ച മുറിക്കകത്തല്ലടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സൈഡ് ഓപ്പൺ ആടോ, ഫുള്ള് ഫ്രഷ് എയർ കിട്ടൂടോ. കഴിഞ്ഞില്ലടോ, കേക്കടോ ബാക്കിയും കൂടെ. എടോ തനിക്ക് രാവിലെ ഉച്ചയ്ക്കോ വൈകുന്നേരം എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റിയാ പറ്റി. അതും താൻ കയ്യിൽ നിന്ന് കാശ് മുടക്കി കഴിക്കും. ഞങ്ങൾക്ക് 3 നേരം ഫുൾ ടൈം ഭക്ഷണമാടോ, അത് നല്ല മട്ടൻ കൂട്ടിയിട്ട്. ആ ജയിലിൽ പോയാണ് ഞാൻ നരയിക്കാൻ പോണേ. കഴിഞ്ഞില്ലടോ, ജയിലിലെ പണിയെടുത്താലേ നല്ല നടപ്പിനെ നമുക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടും. നീയൊക്കെ പണിയെടുത്താലോ നിന്റെ തലയിൽ പിന്നെയും പണി വന്നോണ്ടിരിക്കും. അങ്ങനെയുള്ള താനാണ് എന്നെ പ്രാവണത. താൻ വലിയ മറ്റൊരുത്ത ഉദ്യോഗസ്ഥനല്ലേ? ഇവിടെ തനിക്ക് തന്റെ ആഫീസിൽ കയറി തന്റെ ID കാർഡ് എടുത്ത് വെച്ച് താൻ തന്നെ പ്രസ് ചെയ്ത് തനിക്ക് കയറണ്ടോ? ഞങ്ങള് VIP കളാടോ. ഞങ്ങളെ പുറത്തേക്ക് വിടാനും തുറന്നു തരാനും അടയ്ക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ ആൾക്കാരുണ്ടോ. ആൾക്കാര് ആ VIP ആയ ഞാനാണ് നരയിക്കുന്ന പറഞ്ഞ താൻ. ആ VIP സെല്ലിൽ കിടക്കണ എനിക്ക് എന്റെ റൂമില് മൂത്രം വയ്ക്കാനും കക്കൂസിപ്പാനുള്ള സൗകര്യമുണ്ട്. തനിക്കുണ്ടോ? പലരും പോയ കക്കൂസിൽ വേണ്ടോ തനിക്ക് പോകാൻ? മാത്രമല്ല ആ ഇരിക്കുന്നിടത്ത് മുഴുവൻ മൂത്രം വെച്ച് കേടാക്കി വെച്ചോ. അപ്പൊ ഞാനാണോ താനാണോ നരയിക്കണേ? അവനെ എനിക്കിട്ടുണ്ടാക്കാൻ പറ്റും. എടോ, ഞങ്ങൾക്ക് ജയിലിൽ TV കാണാം, ക്യാരംസ് കളിക്കാം, ചീട്ട് കളിക്കാം, ചെസ് കളിക്കാം. താൻ തന്റെ ആഫീസിൽ നിന്ന് ആ സമയത്ത് കളിച്ചാൽ തന്റെ അവസ്ഥ എന്താണോ? നേരെ നോക്കണോ, തന്റെ പണി പോയി താൻ മേപ്പോട്ട് നോക്കി ഇരിക്കേണ്ടത്. എന്നിട്ട് ഞാൻ ജയിലിൽ പോയി നരയിക്കുന്നു. എടോ, ഞങ്ങൾക്ക് മാസത്തില് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളെ കാണാൻ വരും. താൻ തന്റെ കുടുംബക്കാരോട് മിണ്ടിയിട്ട് എത്ര നാളായിടോ? താൻ അവരെ കണ്ടിട്ട് എത്ര നാളായിടോ? തനിക്ക് ജോലി കഴിഞ്ഞിട്ട് എപ്പോഴാണോ തനിക്ക് സമയം കിട്ടണം? അപ്പൊ എന്റെ ജീവിതമാണോ നരകം, അത് തന്റെ ജീവിതമാണോ നരകം? അതൊക്കെ പോട്ടെ, താൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന ഓരോ രൂപയ്ക്കും താൻ ടാക്സ് അടക്കേണ്ടി വരും. ആ ടാക്സിന് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഫുഡടിക്കും. ഞങ്ങൾക്ക് ചില ഊച്ചാളി വാർഡന്മാര് ഞങ്ങളുടെ നേരം വെച്ചിട്ട് കയറും. അവന്മാരെ സഹിച്ചാൽ മതി. എന്റെ മുകളിൽ ഒരുത്തനുണ്ടല്ലോ മാനേജർ, വർക്ക് പ്രഷർ, ടാർജറ്റ് തേക്കണം, ബിസിനസ് കുറവ്, ലോൺ തിരിച്ചു പിടിക്കണം. എന്തൊക്കെ പുകിലാണോ തനിക്ക്? താനാണോ ഞാനാണോ നരയിക്കാൻ പോട്ടെ? ഇടോ, ഗോതമ്പുണ്ട നിന്ന് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ആ ജയിൽ ജീവിതമൊക്കെ അങ്ങ് പോയി. അപ്പൊ മാസാമാസം വരുമാനം കൂടുതല. തരോട് കിട്ടി കഴിയുമ്പോഴേ നീയൊക്കെ പോണേക്കാളും നന്നായിട്ട് ഞങ്ങൾ വിനോദയാത്രയ്ക്ക് വരും ആ കാശുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭം ഞങ്ങൾക്ക് അടാപ്പില്ലേ. ഭക്ഷണം ഫ്രീ, താമസം ഫ്രീ, ചികിത്സ ഫ്രീ, വിദ്യാഭ്യാസം വേണമെങ്കിൽ ഫ്രീ. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോ ഒരു കട്ടിങ്ങും ഇല്ലാതെ ഫുള്ള് എനിക്ക് നരകം. പെടാപ്പാട് പറഞ്ഞ നിനക്ക് മെമ്പറിനൊക്കെ എടാ പുല്ലേ, ഞാൻ അറിഞ്ഞോണ്ടാ നിനക്ക് പിടിയൊന്നും, അല്ലാണ്ട് എന്റെ മസിലിന്റെ വില കൊണ്ടൊന്നല്ല. ജയിലിൽ പോയി എനിക്കങ്ങ് സുഖിക്കണം. അവനെന്നെ നരകത്തിലേക്ക് പറഞ്ഞേക്കാൻ കത്തേരി. പോലീസുകാരാ വലിയ താമസമില്ലാതെ ഒഴിച്ചിലും ഒക്കെ തുടങ്ങുമായിരിക്കുമല്ലേ? മതിയടാ, കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. അവിടെ ചെന്നിട്ട് നിനക്ക് ഞാൻ ഒഴിച്ചിൽ ചെയ്ത് തരാം. ഒഴിച്ചിലും പിഴിച്ചിലും കൂടെ തരാടാ. അല്ല മെമ്പർ എന്തായി ആലോചിച്ചിരിക്കുന്നത്? എന്റെ ശമ്പളം വെച്ച് നോക്കുമ്പോ ഞാൻ അവിടെ പോയി കിടക്കുന്ന എനിക്ക് ലാഭം. അവൻ പറയണ കേട്ടിട്ട് ബുദ്ധിയായിട്ട് പാടില്ലെന്നേ. എന്തായാലും കൂട്ടുകാരൊക്കെ അകത്തുണ്ട്, സ്വർണ്ണക്കൊള്ളയും ബാങ്ക് തട്ടിപ്പൊക്കെ ആയിട്ട്. അതിനൊന്നുമില്ല, ഉടനെ തന്നെ ഒരു കേസ് ഉണ്ടാക്കാം. ഇന്നെ അങ്ങ് തട്ടിയാലോ? ശാരദ, എന്റെ കയ്യിലേ അവൾക്ക് നല്ലൊരു കല്യാണാലോചനയുണ്ട്. ചെറുക്കൻ എന്നാ പണി? ചെറുക്കൻ എന്നാ പണിന്നോ? ഗവൺമെന്റ് ജോലിക്കാരനെ, നല്ല പയ്യൻ. മാസം എന്നാ വരുമാനം ഉണ്ട് ശാന്തേവന്? മാസേ 10-18 രൂപ ശമ്പളം ഉണ്ടെന്നേ. വർഷം ഒരു 2-2.25 ലക്ഷം രൂപ വരുമാനം കിട്ടും. 14 വർഷം കഴിയുമ്പോൾ അവൻ റിട്ടയർ ആവും. അപ്പൊ അവനൊരു 10-32 ലക്ഷം രൂപ കിട്ടും. അവന് ഏത് ഓഫീസിലാ ജോലി ചെയ്യണ? ജയിലില്. ഇപ്പൊ നല്ല വരുമാനടി, അന്തസ്സുള്ള ജോലി. ആണോ ചേച്ചി? ഞാൻ അവളോടും കൂടി ഒന്ന് ചോദിക്കട്ടെ കേട്ടോ. ഒരു പെണ്ണേ, നീ ഇനി വൈറലാവാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി അടുത്തിരിക്കണവന്റെ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ വീഡിയോ എന്ന് വൈറലായി അപ്പൊ കാശ് കിട്ടാനാ? ഇനി അടുത്തിരിക്കണവനെ തട്ടണ വീഡിയോ എടുക്കും. ജയിലിൽ പോയി ലക്ഷങ്ങൾ സമ്പാദിക്കാം. എനിക്കൊരു 10-14 കൊല്ലത്തേക്ക് സൂര്യവും കിട്ടും. എന്റെ സാറേ, എന്റെ പിടിപിടി ഞാൻ വരും. നടക്കടാ, നടക്ക്.
സാറേ ഞങ്ങളെയും കൊണ്ടുപോകണം, ഞങ്ങൾക്ക് ജയിലിൽ പോകണം. നിങ്ങളെന്ത് പറ്റും ചെയ്തിട്ടാ അങ്ങോട്ട് വരട്ടോ? പണിയെടുത്ത് മടുത്തു സാർ. ചെലവെല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്നൊരു 300 കിട്ടും. അവിടെ എന്നാവാനാ? കൊള്ളാലോടാ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാം. എന്നാ സാറേ, ഞാൻ സ്കിൽഡ് വർക്കറാ. അതല്ലടാ, നിനക്ക് കഞ്ചാവ് ലുക്കുണ്ട്, അവിടെ സാധനം കിട്ടില്ല. ഇല്ലേ? എന്നാ ഞാൻ വന്നില്ല, നീ ഞങ്ങൾ നോക്കും. സാറേ എന്നാ ഞാനും വരട്ടെ, എന്നെ കൂടെ കൊണ്ടു സാറേ. ഇടയ്ക്കല്ലടാ, ഞാൻ SI ഒന്ന് വിളിക്കട്ടെ. സാറേ ഞാനേ മറ്റേ പഴയ പ്രതിയെ പിടിക്കാൻ വന്നതാ. ഇപ്പത്തേ വേറൊരുത്തനും വരുന്നുണ്ട് കൂടെ. എന്റെ പൊന്നു സുരേഷേ, ഒരു രക്ഷയില്ല ഇവിടെ. ജയിലിൽ കിടക്കാൻ വേണ്ടി കുറ്റം ഏറ്റു പറയാൻ വന്നവരുടെ ക്യൂ അവിടെ. ഞാനൊന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ. ഒരുത്തനെയും കൂടി വിളിച്ചുകൊണ്ട് വരരുത്. കേരളത്തിലെ മുഴുവൻ സ്റ്റേഷന്റെ അവസ്ഥ ഇതാ. ശരി സാറേ, ഓക്കെ. നടക്കത്തില്ല, അവിടെ തിരക്ക് കൂടുതല. നിനക്ക് പിടിപാടുണ്ടെങ്കിലേ നീ വെളിയിൽ ആരെങ്കിലും കൊണ്ട് വിളിച്ചു പറയും. അപ്പം ഞാൻ വന്ന് കൊണ്ടുപോകാം കേട്ടാ. നടക്ക്. പഴയ പോലെ ഒന്നും അല്ല, ഹൈ റെക്കമെൻഡേഷൻ വേണം, ജയിലിൽ കയറണം.